പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്നാക്സ് ആണ്. അതിനായിട്ട് പിഞ്ച് വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു അളവിൽ മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരൽപ്പം മീറ്റ് മസാല, ഉപ്പ് ഒരൽപ്പം, ഇനി ഇതിലേക്ക് ഒരൽപ്പം കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം മതി കടലമാവ്, ഒരൽപ്പം ഗോതമ്പ് പൊടി, ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ച എണ്ണയാണ്, ഇന്ന് ഉപയോഗിച്ച എണ്ണയാണ്. വെളിച്ചെണ്ണയോ ഓയിലോ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിച്ച എണ്ണ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരളവിനുള്ള വെള്ളം മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇടരുത്. ഒരൽപ്പം മുളക് പൊടി, കുറച്ച് പഞ്ചസാര. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കോളിഫ്ലവർ വറുത്ത എണ്ണയാണ്, നോർമൽ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി കഴിച്ചോളും. നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ നല്ലൊരു വഴുതനങ്ങ ബജി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് കൂടെ കഴിക്കുവാനായിട്ട് ഈ ചമ്മന്തി കൂടി, ഇതിനൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കിയ ചമ്മന്തിയാണ് ഇത്. ഇത് തന്നെ വേണം നമ്മൾ ഇതിന് കഴിക്കാൻ. ഇതിൽ മുക്കി കഴിക്കുന്നതാണ് ഇതിൻ്റെതായ ടേസ്റ്റ്. ഇതിങ്ങനെ കഴിക്കുന്നതാണ്, ഇതിൽ മുക്കി കഴിക്കുന്നതാണ് ഇതിൻ്റെതായ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ആ ക്രിസ്പിനെസ്സും ആ എരിവും മധുരവും കൂടി കലർന്നുള്ള നല്ലൊരു ചമ്മന്തിയും ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്